ഗൈസ് 150 ഫ്രണ്ട്സ് എല്ലാം എൻ്റെ അടുത്ത് ചോദിച്ചു ഗൈസ് എങ്ങനെയാണ് ഞാൻ കണ്ണെഴുതണേ. അതാണ് കാണിച്ചിട്ടുണ്ടോ. ആദ്യം ഒരു കരി എടുക്കുക, ഒരുപാട് പടരാത്ത എടുക്കണം. അതെടുത്തിട്ട് കണ്ണിൻ്റെ മേപ്പോട്ട് നല്ലപോലെ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മളെ ചത്ത കണ്ണിന് ജീവൻ തരുള്ളൂ. അങ്ങനെ നന്നായിട്ട് ഞാൻ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കണക്കത്തെ കരി തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണോ കാശുള്ളൂ അത് അങ്ങോട്ട് എടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് ഐലൈനർ. ഐലൈനർ എടുത്തിട്ട് ഞാൻ മണ്ടയ്ക്ക് മേലെ മാത്രമാണ് എഴുതി കൊടുക്കുന്നത്. മെഗൽ ഇതിലെടുക്കുമ്പോൾ ഒരു സംഭവമുണ്ട്. ആദ്യം നൈസായിട്ട് തുടങ്ങിയിട്ട് പകുതി വെച്ചിട്ട് ഒരു കുന്ന് വരയ്ക്കണം, ഒരു മല. അതിനുശേഷം ഒരു ഇറക്കം കുന്ന് ഇറക്കം. ഇതാണ് നമ്മുടെ പാറ്റേൺ. വേണമെങ്കിൽ കുന്നിന് കുറച്ച് വാല്യൂൽ ഇട്ട് കൊടുത്തോ, പുഴിയാണെന്ന് വിചാരിച്ചോളും. അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് ഗൈസ് അവൻ്റെ വരവാണ് മസ്കാരയുടെ. അവനെ എടുത്തിട്ട് കണ്ണിൽ നല്ലപോലെ പുഷ് കൊടുക്കണം. നല്ലപോലെ ഒന്നാമത്തെ ദിവസം എനിക്ക് കൺപീലിയില്ല. അപ്പം പിന്നെ എൻ്റെ പൊന്നു നീ എൻ്റെ മസ്കാര എന്നെ വിചാരിക്കും ഇവർക്ക് ഭ്രാന്താണ്. അമ്മ രീതിക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം തന്നെ കണ്ണെഴുത്ത് സെറ്റാണ് ഗൈസ്. കുറച്ച് 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ കണ്ണ് ലുക്കാവും. എന്തൊരു ഭംഗി, എൻ്റെ ഭഗവാനി കണ്ണ് കാണാൻ വയ്യ. ഞാൻ പോണു ഗൈസ്. ടാറ്റ ബൈ ബൈ ഉമ്മ.